നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ജപ്പാൻ നാടോടി കഥയാണ്. ആ കഥ ഇതാണ്. ജപ്പാനിലെ ഒരു പട്ടാളക്കാരൻ ഒരിക്കൽ കടൽ തീരത്തുകൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഭൂതം പോലത്തെ ഒരു ജന്തുവിനെ ആ പട്ടാളക്കാരൻ ആ കടൽ തീരത്ത് കണ്ടുമുട്ടി. പെട്ടെന്ന് പട്ടാളക്കാരൻ തൻ്റെ കയ്യിലിരുന്ന വാളൂരി ആ മൃഗത്തെ വെട്ടാൻ പോയി. അപ്പോൾ ആ വിചിത്ര മൃഗം ദയനീയമായി ആ പട്ടാളക്കാരൻ്റെ നേർക്ക് നോക്കി. തന്നെ രക്ഷിക്കണമേ എന്ന് ആ കണ്ണുകൾ തന്നോട് യാചിക്കുന്നത് പോലെ അവന് തോന്നി. അയാൾ വാൾ തിരിച്ച് ഉറയിലിട്ടുകൊണ്ട് സ്നേഹത്തോടുകൂടി ആ മൃഗത്തോട് ചോദിച്ചു, "നീ ആരാണ്? എവിടെ നിന്നാണ് നീ വരുന്നത്?" അപ്പോൾ ആ മൃഗം പറഞ്ഞു, "എൻ്റെ പേര് ചെമ്പിട്ടോ. കടൽ രാജാവിൻ്റെ കോപത്തിനിരയായതുകൊണ്ട് അദ്ദേഹം എന്നെ കൊട്ടാരത്തിൽ നിന്നും ബഹിഷ്കരിച്ചു കളഞ്ഞു. ഞാനിപ്പോൾ ഭൂമിയിലായതുകൊണ്ട് നിങ്ങളെന്നെ കൊന്നില്ലെങ്കിലും ഞാൻ താമസം വിന മരിച്ചു പോകും." വളരെ വിഷമത്തോടു കൂടിയാണ് ആ ജീവി ഈ പട്ടാളക്കാരനോട് തൻ്റെ കഥ പറഞ്ഞത്. പട്ടാളക്കാരന് ആ മൃഗത്തോട് കരുണ തോന്നി. അവൻ ആ മൃഗത്തെ എടുത്ത് തോളിലേറ്റി ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോയി. വീട്ടിൽ വന്ന് അതിനുവേണ്ടി അവൻ വിസ്തൃതമായ ഒരു കുളം കുഴിച്ചു. എന്നിട്ട് ആ മൃഗത്തെ അവൻ അതിനുള്ളിലിട്ടു. ദിവസവും ധാരാളം മീൻ പിടിച്ചു കൊണ്ടുവന്ന് അതിന് ഭക്ഷിക്കാൻ വേണ്ടി അവൻ ആ കുളത്തിലിട്ട് കൊടുക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം സുന്ദരിയായ ഒരു പെണ്ണിനെ അവൻ കണ്ടുമുട്ടുകയും അവളെ വിവാഹം കഴിക്കണമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു. പക്ഷേ 10,000 വൈരമണികൾ കൊടുത്താൽ മാത്രമേ പെണ്ണിനെ കെട്ടിച്ചു തരികയുള്ളൂ എന്ന് പെണ്ണിൻ്റെ പിതാവ് പറഞ്ഞു. അതിന് 10,000 വൈരമണികൾ ഈ പട്ടാളക്കാരൻ എവിടെ പോകാനാണ്? എവിടെ പോയാണ് 10,000 വൈരമണികൾ സമ്പാദിക്കുക? അയാൾക്കാകെ വിഷമമായി. പട്ടാളക്കാരൻ ആഹാരം പോലും കഴിക്കാൻ മറന്നു. അവന് വിഷമം കാരണം അവൻ ജലപാനം പോലും ചെയ്തില്ല. ഇങ്ങനെ പോയാൽ അവൻ്റെ ജീവൻ അപായം സംഭവിക്കുമെന്ന അവസ്ഥയിലായി. അപ്പോൾ പട്ടാളക്കാരൻ്റെ വീട്ടിൽ കഴിഞ്ഞിരുന്ന ഈ ജീവി ചെമ്പിട്ടോ ചിന്തിച്ചു, തൻ്റെ യജമാനൻ എന്തിനാണ് ഇത്രയധികം വിഷാദവാനായിരിക്കുന്നത്? അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? അത് കുളത്തിൽ നിന്ന് കരയ്ക്ക് കയറി പട്ടാളക്കാരൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ ദുഃഖ കാരണം ചോദിച്ചറിഞ്ഞു. അപ്പോൾ പട്ടാളക്കാരൻ മച്ചിലേക്ക് നോക്കിക്കൊണ്ട് വിഷാദവാനായി പറഞ്ഞു, "പ്രിയപ്പെട്ട ചെമ്പിട്ടോ, നാം പിരിയാൻ പോവുകയാണ്. ഇനി വേറെക്കാലം നാം ഇരുവരും ഒരുമിച്ച് താമസിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മരണം എന്നോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്." ഇത് കേട്ടപ്പോൾ ദുഃഖം നിയന്ത്രിക്കാനാവാതെ ആ മൃഗം കണ്ണുനീർ പൊഴിച്ചു. ആ കണ്ണുനീർ തുള്ളികൾ ഓരോന്നും ഉടൻ തന്നെ ഓരോ വൈരമണികളായി രൂപാന്തരപ്പെട്ടു. അത് നിലത്തു വീണു. അത് കണ്ടപ്പോൾ ആഹ്ലാദത്തോടെ പട്ടാളക്കാരൻ തുള്ളിച്ചാടി എഴുന്നേറ്റു. നിലത്തു വീണ് കിടക്കുന്ന വൈരമണികൾ പെറുക്കിയെടുത്തുകൊണ്ട് പട്ടാളക്കാരൻ പറഞ്ഞു, "ചെമ്പിട്ടോ, നീ എന്നെ രക്ഷിച്ചു." അവനിങ്ങനെ പറഞ്ഞു തീർന്ന ഉടനെ ആ മൃഗം കരച്ചിൽ നിർത്തി. വൈരമണികൾ വീഴലും അതോടെ നിലച്ചു. ആ മൃഗത്തോടെ വീണ്ടും കരയാൻ പട്ടാളക്കാരൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ആ മൃഗം പറഞ്ഞു, "ദുഃഖമുണ്ടാകുമ്പോൾ മാത്രമേ എനിക്ക് കരയാൻ കഴിയുകയുള്ളൂ. അങ്ങയുടെ ആഹ്ലാദം കണ്ടപ്പോൾ എൻ്റെ സങ്കടമെല്ലാം തീർന്നുപോയി." അങ്ങനെ പട്ടാളക്കാരന് വിവാഹം കഴിക്കുന്നതിനാവശ്യമായ വൈര്യത്തിൻ്റെ പകുതി വൈര്യം കിട്ടിക്കഴിഞ്ഞു. ഇനി 5000 വൈരമണികൾ കൂടി അവന് കിട്ടിയാൽ മതി. എങ്കിൽ മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ. ഏതു മാർഗത്തിൽ കൂടിയാണത് സമ്പാദിക്കുന്നതെന്നോർത്തവൻ ദുഃഖിതനായി. ഇത് കണ്ടപ്പോൾ ആ മൃഗത്തിന് അവനോട് സഹതാപം തോന്നി. അല്പനേരം അവനെ എങ്ങനെ സഹായിക്കാമെന്ന് ആ മൃഗം ആലോചിച്ചു. അപ്പോൾ അതിനൊരു ഉപായം തോന്നി. ആ മൃഗം പറഞ്ഞു, "യജമാനെ, എന്നെ എടുത്തുകൊണ്ട് താങ്കൾ കടൽ തീരത്തേക്ക് പോയാലും ആ സ്ഥലം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ പഴയകാല സ്മരണകൾ ഉയരും. അപ്പോൾ എനിക്ക് ദുഃഖം തോന്നും. ഉടനെ എനിക്ക് കരച്ചിൽ വരികയും ചെയ്യും." ആ മൃഗം പറഞ്ഞതനുസരിച്ച് പട്ടാളക്കാരൻ അതിനെ ചുമന്നുകൊണ്ട് കടൽ തീരത്തേക്ക് പോയി. കടൽ തീരത്ത് എത്തിയതും അതിൻ്റെ മനസ്സിൽ പഴയകാല സ്മരണകൾ ഒഴുകിയെത്തി. ദുഃഖം നിയന്ത്രിക്കാനാവാതെ ആ ജീവി കണ്ണുനീരൊഴുക്കി. ആ കണ്ണുനീർത്തുള്ളികൾ ഉടനെ തന്നെ വൈരമണികളായി നിലം പതിച്ചു. പട്ടാളക്കാരൻ ആവശ്യമുള്ള മുത്തുകൾ കൂടി അപ്പോൾ കിട്ടി. അപ്പോൾ കടലിൻ്റെ അടിയിൽ നിന്ന് ഗംഭീരമായൊരു ശബ്ദം മുഴങ്ങിക്കേട്ടു. ചെമ്പിട്ടോ,
നിനക്ക് നാം മാപ്പ് നൽകിയിരിക്കുന്നു. നിനക്ക് കൊട്ടാരത്തിലേക്ക് മടങ്ങി വരാം. ആ ശബ്ദം കടൽ രാജാവിൻ്റെ ശബ്ദമായിരുന്നു. ഉടനെ സന്തോഷത്തോടെ പട്ടാളക്കാരനോട് യാത്ര പറഞ്ഞിട്ട് ചെമ്പിട്ടോ കടലിനുള്ളിലേക്ക് പോയി. വിവാഹകാര്യത്തെപ്പറ്റിയുള്ള ചിന്തയുമായി പട്ടാളക്കാരൻ ആവശ്യത്തിനുള്ള വൈരമണികളുമായി വീട്ടിലേക്കും തിരികെ നടന്നു. ഇത് ഒരു ജപ്പാൻ നാടോടിക്കഥയാണ്. ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.